ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സൂര്യ നമസ്കാരമാണ്. സൂര്യ നമസ്കാരം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നിങ്ങൾ ഞാൻ ചെയ്തു കാണിച്ച രീതിയിൽ ചെയ്തു കാണിക്കണം. ഈശ്വര, ചെയ്യാൻ പറ്റുന്നില്ലല്ലേ? ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അങ്ങനെ ചെയ്താൽ മതി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ശരിയാവും നോക്കാം. എന്റെ പൊന്നു സൂര്യഭഗവാനെ, ഇങ്ങനെയൊക്കെ ചെയ്താൽ നാളെ രാവിലെ നിന്നെ കാണാൻ ഞാനുണ്ടാവില്ല. ഇതൊക്കെ ചെയ്യാൻ ഞാൻ എന്തു മഹാഭാവമാ ചെയ്തേ. വിഷമിക്കണ്ട, അടുത്ത തവണ ശരിയായിക്കോളും. ഞാൻ വേറെ ചില ഐറ്റംസ് കാണിച്ചു തരാം. അച്ഛമ്മേ, ഗിരി വിളിക്കുന്നു. ആ മോള് ഫോൺ എടുക്കേ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇനി വരും 10 ദിവസം കൂടെ കഴിഞ്ഞാ ഗിരിക്കിങ് പോരാലോ. എന്റെ പൊന്നു സുമിത, ആ 10 ദിവസം തള്ളി നീക്കാനാണ് പ്രയാസം. 10 വർഷം പോലെ തോന്നും. അതൊക്കെ ഗിരിക്ക് വെറുതെ തോന്നുന്ന. ആ, ഞാൻ അച്ഛമ്മയ്ക്ക് കൊടുക്കാവേ. മോനെ തക്കടോ, എങ്ങനെ പോന്ന് കാര്യങ്ങള്? എനിക്ക് ഇവിടുത്തെ പുല്ലും വൈക്കോലും തിന്ന് മടുത്തച്ഛമ്മേ. എന്റെ പൊന്നെ, കുറച്ച് ദിവസത്തെ കാര്യങ്ങളല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് നീ വാ, ഇവിടെ നിനക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഞാൻ ഉണ്ടാക്കി തരാലോ. അച്ഛമ്മയുടെ നാവിന്ന് അത്രയും കേട്ടാ മതി. ഇപ്പോഴേ എന്റെ വയറ് നിറഞ്ഞു. ഞാൻ സുമിക്ക് കൊടുക്കാം. നീ അവളോട് സംസാരിക്കാനല്ലേ വിളിച്ചത്? പറയണം മാഡം. നിങ്ങൾ അന്തേവാസികൾക്ക് 24 മണിക്കൂറും ഫോണിൽ സംസാരിക്കാനുള്ള അനുവാദം കൊടുത്തിരിക്കുകയാണോ? അങ്ങനെയല്ല മാഡം, വീട്ടുകാരോട് സംസാരിക്കാൻ സമയം കൊടുക്കാറുണ്ട്. എന്നാൽ ഗിരിധർ നമ്പ്യാരുടെ കാര്യത്തിൽ ഇനി അതൊന്നും വേണ്ട. എന്താ മാഡം? ഞാൻ പറയുന്നത് സുദേവൻ കേട്ടാ മതി. എന്തെങ്കിലും കാരണം പറഞ്ഞ് ഗിരിയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ പിടിച്ചു വാങ്ങിവെക്കണം. അത് മാഡം, ഒരാളുടെ ഫോൺ മാത്രം. അതാ പറഞ്ഞത്, അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കണോന്ന്. എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതിന് സുദേവൻ ചോദിക്കുന്നതിൽ കൂടുതൽ പണം ഞാൻ തരുന്നുണ്ടല്ലോ. പിന്നെന്താ ഒരു മടി? ഒരു മടിയില്ല മാഡം. മാഡം എന്തു പറയുന്നോ അത് ഞാൻ ചെയ്യും. ശരി ശരി മാഡം. അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ ഞാൻ രാത്രി വിളിക്കാം.
അമ്മ വിളിച്ചോ ദാമോദര? ഇല്ല മാഡം, ഇപ്പൊ വിളിക്കാം. ആ, ഗിരി സാർ എന്ന് വരും മാഡം? അറിയില്ല ദാമോദര. ഒരാഴ്ചയെങ്കിലും കഴിയുമായിരിക്കും. എന്താ, എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ? എന്നോട് പറഞ്ഞു. ഏയ്, ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ല. സാറിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ ഞാൻ സാറിനെ ഓർക്കും. ഉം. ചെമ്മീൻ റോസ്റ്റ് സാറിന് ഒത്തിരി ഇഷ്ടാ, അതാ ഓർത്തെ. ആ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ദാമോദര. മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന് മനസമാധാനം ഇല്ലാതായി പോയ പിന്നെ എന്തു ചെയ്യും? സംഭവിക്കുന്നതൊക്കെ സഹിച്ചല്ലേ പറ്റൂ. ചിലരുടെ കാര്യം അങ്ങനെയാ. ചെന്ന് കയറുന്നിടത്തെ ഐശ്വര്യം കൊണ്ടേ പോവൂ. അമ്മ എന്നെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അയ്യോ, ആരെയും ഉദ്ദേശിച്ചല്ല. എന്റെ മോന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നുവെച്ചാ ഞാൻ വന്ന് കേറിയത് കൊണ്ടാണ് ഗിരിയുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്ന്. എന്താ സംശയം? കല്യാണം കഴിയുന്നത് വരെ അവൻ എത്ര സന്തോഷത്തോടെയും സമാധാനത്തോടെയുമായി ഈ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. ഈ വീടായിരുന്നു അവന്റെ ലോകം. ആ, ഈ വീട്ടില് തളച്ചിടപ്പെട്ട അവസ്ഥയിലായിരുന്നല്ലോ ഗിരി. അത് സത്യം തന്നെ കേട്ടോ. അനാവശ്യം പറയരുത്. അനാവശ്യം പറഞ്ഞത് ഞാനല്ലല്ലോ, അമ്മയല്ലേ. ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ ഓരോ കാലത്ത് ഓരോന്ന് സംഭവിക്കണമെന്ന് ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അതങ്ങനെ വരൂ. അതാണല്ലോ ഞാനും പറഞ്ഞത്. വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ. തടുക്കാനാവാതെ അവന്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയ ദുരന്തം അതാണ് നീ. നീ ഉണ്ടാക്കുന്ന മനസമാധാനക്കേടുകൾ കാരണോ അവന് ഹാർട്ട് അറ്റാക്ക് വരെ വന്നത്. എന്ന് ആര് പറഞ്ഞു? ഗിരിയുടെ അമിതവണ്ണവും ജോലിയിലെ സ്ട്രെസ്സും ഉറക്കമില്ലായ്മയൊക്കെ കാരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞല്ലോ. ഇക്കണ്ട കാലം അത്രയും ഗിരിയുടെ ആരോഗ്യത്തിൽ നിങ്ങൾ ആരെങ്കിലും അല്പമെങ്കിലും ശ്രദ്ധ വെച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഓഹോ, അപ്പൊ അവന്റെ ആരോഗ്യ കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചില്ല എന്നാണ് നീ പറഞ്ഞു വരുന്നത് അല്ലേ? എന്താ എന്താ പ്രശ്നം? കേട്ടില്ലേ അമ്മ ഇവളി പറയുന്നത്? ഗിരിയുടെ കാര്യങ്ങളിലൊന്നും ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അവൻ ഇങ്ങനെ സംഭവിച്ചതെന്ന്. എന്നൊന്നും ഞാൻ പറഞ്ഞില്ല അച്ഛമ്മേ. അമ്മ വെറുതെ. മതി. വഴക്കും വക്കാണവും തുടർക്കഥയായാൽ ഇല്ലാതാകാൻ പോകുന്നത് വീടിന്റെ ഐശ്വര്യമാണ്. പക്ഷെ അച്ഛമ്മേ, ഞാനായിട്ടൊന്നും. ഉം. ദേ, ഒരു കൈ മാത്രം കൊട്ടിയത് കൊണ്ട് ശബ്ദം ഉണ്ടാവില്ലല്ലോ മോളെ. അനുരാധയെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. ഗിരിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ അവൾക്ക് ഒരുപാട് ദണ്ണും ഇല്ലാതിരിക്കുവോ? മനസമാധാനം തന്നെയല്ലേ എല്ലാവർക്കും വലുത്. എന്തായാലും ഗിരി ഇവിടെ ഇല്ലല്ലോ. മോളൊരു കാര്യം ചെയ്യും, കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്ക്. നിന്റെ വീട്ടുകാർക്ക് അതൊരു സന്തോഷാവെങ്കിൽ ആവട്ടെ. ഗിരി വരുമ്പോ നിനക്ക് ഇങ്ങോട്ട് വരാലോ. അത് ശരിയാ, അതാ നല്ലത്. അല്ല, അമ്മ ഊണ് കഴിക്കുന്നില്ലേ? ഇച്ചിരി കഴിയട്ടെ, ഇപ്പൊ വിശപ്പ് തോന്നില്ല. അത് പൊളിച്ചു. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും എന്ന് പറയുന്ന ഇതിനെയാ. ചേച്ചിയായിട്ടെങ്ങാനും അവളെ ഇറക്കി വിട്ടിരുന്നെങ്കിൽ അത് വലിയ പഴിയായി പോയേനെ. ഇതിപ്പോ കുടുംബത്തിലെ തലമൂത്ത കാർന്നോത്ത് തന്നെ പറഞ്ഞല്ലോ. എന്തായാലും അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. നമ്മള് പ്ലാൻ ചെയ്യുന്നതിൽ അപ്പുറത്തെ പ്ലാനിങ്ങാ ദൈവം ചെയ്യുന്നതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ആ, കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. ചേച്ചി ചോറ് കുഴമ്പ്, ഭയങ്കര വിശപ്പ്. ഓ.
അതിനു മാത്രം ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. എന്നോട് വീട്ടിൽ പൊക്കോളാൻ അച്ഛമ്മ പറഞ്ഞില്ലേ? ശ്ശോ, ഛെ, എന്താ അതിന്റെ അർത്ഥം? ദേ, ഇവിടെ എനിക്കൊരു സ്ഥാനവും ഇല്ലെന്നല്ലേ? എല്ലാരും എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോ അച്ഛമ്മയെങ്കിലും എന്റെ കൂടെ നിൽക്കും ഞാൻ പ്രതീക്ഷിച്ചു. അച്ഛമ്മയും കൂടി എന്നെ ഇവിടുന്ന് ഇറക്കി വിടാനായിട്ട് അവരുടെ കൂട്ടത്തിൽ നിന്നല്ലോ. നീ ഇങ്ങനെ ഒരു മരമണ്ടി ആയി പോയല്ലോ പെണ്ണേ. നീ എന്താണ് ചിന്തിച്ചു കൂട്ടിയെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി കേട്ടോ. ദേ, നിനക്ക് തക്കുടൂനെ കാണണ്ടേ? അവന്റെ കൂടെ കൂടണ്ടേ? അവന്റെ അമ്മ മഹാലക്ഷ്മിയെ കണ്ടുപിടിക്കണ്ടേ? എന്നിട്ട് സ്വന്തം പെറ്റമ്മയെ തിരിച്ചു കൊടുക്കണ്ടേ? വേണം വേണം അച്ഛമ്മേ. അതൊക്കെ നടക്കണമെങ്കിൽ നീ ഇവിടെ നിന്നാ മതിയോ? തക്കുടു എവിടെയാണോ ഉള്ളത് അവിടെ പോണ്ടേ? പോണം. നിന്നെ തക്കുടുവിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി ഞാൻ കളിച്ചൊരു നാടകമായിരുന്നില്ലേ അതൊക്കെ? നിന്ന് താളം ചവിട്ടാതെ എത്രയും പെട്ടെന്ന് എടുക്കാനുള്ളതൊക്കെ എടുത്ത് സ്ഥലം വിടാൻ നോക്ക്. താങ്ക് യു സോ മച്ച്. മോളെ, നിന്റെ സ്നേഹവും ആത്മാർത്ഥതയും ഈ അച്ചമ്മക്ക് നന്നായിട്ട് അറിയാം. എന്റെ തക്കുടുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ സൗഭാഗ്യാണ് എന്റെ മോള്. സമയം കളയാതെ മോള് എത്രയും പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് ചെല്ല്. എന്നാലും നിനക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്നല്ലോ മോളെ. അതോർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവിടെ വീട്ടില് അനുരാധയുമായിട്ട് വഴക്കം വല്ലതുണ്ടായോ? ഇതൊന്നുമില്ലാതെ നീ വെറുതെ ബാഗും തൂക്കി ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ അത് ഈ കരച്ചിലൊന്ന് നിർത്തുന്നുണ്ടോ? അമ്മയുടെ കരച്ചിൽ കണ്ടാ തോന്നും ചേച്ചിക്ക് എന്തോ സംഭവിച്ചു എന്ന്. അതേടി, അവക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കില്ല. നീ ഇങ്ങനെ ഒന്നും പറയാതിരുന്ന എങ്ങനെയാ മോളെ? ഗിരിയില്ലാത്തതുകൊണ്ട് എനിക്കവിടെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് നേരാ. അതുകൊണ്ട് അച്ഛമ്മ പറഞ്ഞ പ്രകാരമാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇനി ഗിരി കോഴിക്കോട് നിന്ന് തിരിച്ചു വന്നതിന് ശേഷമേ അങ്ങോട്ട് പോകുന്നുള്ളൂ. ഹലോ, അവളങ്ങ് എത്തിക്കാണുമല്ലേ? അതെ, വന്നപ്പോഴേ എനിക്കൊരു പന്തികേട് മണത്തിരുന്നു. ഇപ്പൊ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. സത്യത്തിൽ എന്താ അമ്മേ സംഭവിച്ചത്? അമ്മ ഒരു ഇഞ്ച് വിട്ടുകൊടുക്കരുത്. അത്രയ്ക്ക് അഹങ്കാരം പാടില്ലല്ലോ. ഇവളെയൊക്കെ വരച്ച വരയിൽ നിർത്താൻ എനിക്ക് നന്നായിട്ട് അറിയാം മോളെ. ഇനി ഇതിന്റെ പേരിൽ നിനക്കവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ നീ ഒന്നും നോക്കണ്ട, ഇങ്ങോട്ട് പോരെ. നീ ഈ വിവരങ്ങളൊക്കെ ഗിരിയെ അറിയിച്ചോ? അതെന്തിനാച്ചാ? കോഴിക്കോട് പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ കഴിയുന്ന ഗിരിയോട് ഞാനിതൊക്കെ എങ്ങനെ പറയും? ഗിരിയോട് ഞാനിതൊക്കെ പറയാൻ പോയാ എനിക്ക് എന്റെ ന്യായങ്ങളെല്ലാം പറയേണ്ടി വരും. അത് അവരെ കുറ്റപ്പെടുത്തുന്നതിന് തുല്യാവില്ലേ? അങ്ങനെ വിചാരിച്ച എങ്ങനെ ശരിയാവും മോളെ? നിന്റെ ഭാഗം പറയാൻ പിന്നെ ആരാ ഉള്ളത്? അമ്മ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. നിന്റെ കടപ്പാട് ഗിരിയോടാണ്. അതുകൊണ്ട് തന്നെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഗിരിയോട് പറയാനുള്ള ഉത്തരവാദിത്വം നിനക്കുണ്ട്. വിളിച്ച് ഗിരിയോട് കാര്യങ്ങളെല്ലാം പറയേ. അച്ഛൻ എത്ര നിർബന്ധിച്ചാലും ഞാൻ ഗിരിയെ വിളിക്കാൻ പോകുന്നില്ല. ആ വീട്ടിൽ നടന്ന സംഭവങ്ങളും ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നതും എല്ലാം ഗിരി ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടാവും അച്ഛാ. അത് അറിഞ്ഞ സ്ഥിതിക്ക് ഗിരിക്ക് എന്നെ ഒന്ന് വിളിക്കായിരുന്നല്ലോ. ഗിരി അത് ചെയ്യാത്തടത്തോളം ഞാൻ അങ്ങോട്ടും വിളിക്കാൻ പോകുന്നില്ല. പിന്നെ എനിക്ക് ഗിരി ഒന്ന് കോഴിക്കോട് പോയി നേരിട്ട് കാണണം. ഇവിടെയാവുമ്പോ എന്റെ യാത്രയ്ക്കൊന്നും തടസ്സം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ചേച്ചി എപ്പോഴാ പോണേ? പറ്റുവാണെങ്കിൽ നാളെ തന്നെ പോണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളും കൂടി വരാം. വേണ്ട അച്ഛാ, ആകാശവും സ്നേഹവും എന്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ
നമ്മൾ എല്ലാരും കൂടെ അങ്ങ് ചെന്നാ ഗിരിക്ക് ചിലപ്പോ അത് വിഷമാവും. നേരത്തെ പറയാതെ വന്നുകൊണ്ടേ അവനിതൊരു സർപ്രൈസ് ആവും എന്തായാലും. വാ. ആരെ കാണാനാ? ഗിരിധ നമ്പ്യാരെ. ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ. ആ. സോറി, വിസിറ്റേഴ്സിനെ അനുവദിക്കാൻ പറ്റില്ലെന്നാണ് മാനേജർ സാർ പറഞ്ഞത്. നിങ്ങൾ എന്തീ പറയുന്നേ? ഈ നിൽക്കുന്നത് പേഷ്യന്റെ ഭാര്യയാണ്. എന്നോടൊന്നും തോന്നരുത്. ആരെയും കടത്തിവിടേണ്ടെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ആ കാര്യം അനുസരിച്ചേ പറ്റൂ. ഹലോ, ഇങ്ങനെ അടച്ചു പൂട്ടിയിടത്തുന്ന പോലെ ജയിലുമാണോ അതോ വല്ല മാനസിക രോഗ ചികിത്സാ കേന്ദ്രം? ആകാശേ, ഞാൻ ഗിരിയെ വിളിക്കാം. ഗിരിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. സ്വിച്ച് ഓഫ്? അവൻ വല്ല യോഗ ക്ലാസ്സിലും ആയിരിക്കുന്നേ. അതെ, ഞങ്ങളെ അകത്തേക്ക് കടത്തിവിടരുന്ന് പറഞ്ഞത് ആരായാലും എനിക്ക് അയാളെ ഒന്ന് കാണണം. മാഡം, അത് നടക്കുന്ന കാര്യമല്ല. ഈ സ്ഥാപനത്തിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ച് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. നിങ്ങളിപ്പോ പോണം. അങ്ങനെ പോവാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്. എനിക്കെന്റെ ഭർത്താവിനെ കണ്ടേ പറ്റൂ. അതിന് സമ്മതിച്ചില്ലെങ്കിൽ ദാ ഞാൻ ഈ ഗേറ്റിൽ കുത്തിയിരിക്കും. പിന്നെ ഇവിടെ നിന്ന് ബഹളം വെക്കുകയും ചെയ്യും. കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? എത്ര അടുത്ത ബന്ധുക്കളാണെന്ന് പറഞ്ഞാലും ചികിത്സയിൽ കിടക്കുന്ന രോഗിയെ കാണാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. ഗിരിയോട് അഡ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നുമല്ലോ പറഞ്ഞേ. നിങ്ങൾ ഗിരിസാറിന്റെ ആരാ? ഞാൻ അവന്റെ കൂട്ടുകാരനാ, ആകാശ്. ഗിരിധർ നമ്പ്യാരെ ഇവിടെ അഡ്മിറ്റ് ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കൾ ഒരു പേപ്പറിൽ ഒപ്പിട്ട് തന്നിരുന്നു. അതിൽ ഈ വ്യവസ്ഥകളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പേപ്പറിൽ ഞാൻ ഒപ്പിട്ട് തന്നിട്ടില്ലല്ലോ. ഗിരിസാറിന്റെ അമ്മ അനുരാധ മേഡാണ് അതിൽ ഒപ്പിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ചികിത്സ കഴിയുന്നവരെ ഇവിടെ വന്ന് ഒരാൾക്കും അദ്ദേഹത്തെ കാണാൻ പറ്റില്ല. വെറുതെ നിന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. നിങ്ങൾ തിരിച്ചു പോകുന്നതാണ് നല്ലത്. സുദേവനാണല്ലോ. എന്തോ കുഴപ്പമുണ്ട്. എന്താ സുദേവ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഗിരിസാറിന്റെ ഭാര്യ ഇവിടെ വന്ന് അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചു. എന്നിട്ട് നിങ്ങൾ കയറ്റി വിട്ടോ? ഇല്ല മാഡം, ചികിത്സ കഴിയുന്നവരെ ഒരാൾക്കും കാണാൻ പറ്റില്ലെന്ന് ഞാൻ കർശനമായിട്ട് പറഞ്ഞു. ആ സ്റ്റാൻഡിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിന്നാ മതി. അവിടെ സുമിത മാത്രമേ ഉള്ളോ അതോ അവളുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് മാഡം. വൺ മിസ്റ്റർ ആകാശും അദ്ദേഹത്തിന്റെ ഭാര്യയും. ഓ, അവരുടെ കാറിലാണ് സുമിത മാഡം വന്നത്. താങ്ക് യു സുദേവ, താങ്ക് യു സോ മച്ച്. ഞാൻ വിളിച്ചോളാം. ഓക്കെ മാഡം. ഹലോ, ആകാശ് ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ കോഴിക്കോട് ഗിരിയെ കാണാൻ. ആകാശ് ഒറ്റയ്ക്കാണോ അതോ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാനും സ്നേഹയുണ്ട്. സ്നേഹം മാത്രമേ ഉള്ളോ? അത് പിന്നെ ഞാൻ സുമിക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റാത്തോണ്ട് ഞങ്ങളും കൂടെ വന്നതാ. നീ ഞങ്ങളുടെ ഉപ്പും ചോറും തിന്ന് വളർന്നവനാ. അതുകൊണ്ട് നിന്റെ കടപ്പാടും കൂറും ഞങ്ങളോടായിരിക്കണ്ടേ? ഗിരിയുടെ കുടുംബവും കമ്പനിയുമായി നിനക്ക് വർഷങ്ങളുടെ ബന്ധമുണ്ട്. ഹ്, ഇന്നലെ കയറി വന്നൊരു പെണ്ണിന് വേണ്ടി നീ അതെല്ലാം മറന്നു. അവളുടെ ഡ്രൈവർ ആവാനും എസ്കോട്ട് പോവാനും ഒന്നും അല്ല നിനക്ക് ഞങ്ങൾ ശമ്പളം തരുന്നത്.